ഇന്നല്ലെങ്കിൽ നാളെ വരും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരുമെന്ന് കാത്തിരുന്ന സംവാദം ഇതുവരെ നടക്കാത്തതിലുള്ള ആത്മരക്ഷത്തോടെ ഉട്ടോപ്യ ആരംഭിക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് എന്ന് ഇപ്പോഴും കാരണം തിരക്കുന്നവരോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു ഭാവി മുഖ്യമന്ത്രിയോ കാനനവാസനോ ആകാൻ തയ്യാറെടുത്തിരിക്കുന്ന നേതാവിൻ്റെ വെല്ലുവിളി. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കാമെന്നതായിരുന്നു ആ ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞത്. ചാൾസ് ശോഭരാജിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ധൈര്യം എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നവർക്ക് ഉറപ്പായും ദൃഷ്ടാന്തമുണ്ട്. ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യം പറയില്ലല്ലോ. ഇത് ഉറപ്പിക്കാമോ നേതാവേ? പിന്നെ മാറ്റി പറയരുത്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊന്നും ചോദിക്കരുത്. അങ്ങനെ ഒരു ചീത്തപ്പേര് അങ്ങേക്കുള്ളത് കൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് യുക്തിഭദ്രതയുണ്ട്, ഞങ്ങളെ കയ്യിൽ ഡേറ്റയുണ്ട്, ഞങ്ങളത് പറയുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് യുക്തിഭദ്രമായ ഡേറ്റയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. അതുകൂടി ഒന്ന് കേട്ടു നോക്കട്ടെ. സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. കൊള്ളാം. ഇങ്ങനെ വേണം നേതാക്കളായ. വീട് പണിയുമെന്ന് പറഞ്ഞാൽ പണിതിരിക്കും. ആ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി പറയാം. അല്ല നേതാവേ, ഈ പറഞ്ഞ ഒന്നും ഇവിടെ കാണാനില്ലല്ലോ. എന്താ ശരിക്കും സംഭവിച്ചത്? അത് പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ കണക്ക് അവതരിപ്പിക്കും. ഞങ്ങൾക്ക് ഇനിയും പൈസ വേണം, കുറേ കൂടി പൈസ വേണം, അത് AICC ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അങ്ങ് പറഞ്ഞ ഈ യുക്തിഭദ്രമായ ഡേറ്റയുടെ ഒരു സാമ്പിൾ അല്ലേ? ഇതും വെച്ചുകൊണ്ടായിരുന്നോ ഇക്കണ്ട വെല്ലുവിളി? സത്യം പറയാമല്ലോ, ഇത്ര യുക്തിഭദ്രവും സത്യസന്ധവുമായ ഡാറ്റയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മുഖ്യമന്ത്രിക്ക് എന്നല്ല പടച്ച തമ്പുരാന് പോലും പറ്റില്ല. ആരായാലും നിങ്ങളുടെ തലവട്ടം കണ്ടാൽ ഓടി ഒളിക്കും. അപ്പോൾ പിന്നെ കീലേരി അച്ചുവാകുന്നതിൽ തെറ്റൊന്നുമില്ല. സംവാദം നടക്കരുതേ എന്നാണ് ഉട്ടോപ്യയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. നേതാവേ, നിങ്ങളിത് തുടരണം. നിങ്ങളെ കൊണ്ടേ ഇത് പറ്റും. ഇനി മറ്റൊരു കൂട്ടം സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയാം. ഏതോ ശാഖയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോലെയാണ് അവിടെ കാര്യങ്ങൾ. കൊടുങ്ങല്ലൂരിൽ ചുവരെഴുതി കാത്തിരുന്നപ്പോഴാണ് ഗുരുവായൂർക്ക് വണ്ടി വിട്ടോളാൻ നിർദ്ദേശം കിട്ടിയത്. കിട്ടിയ തക്കത്തിന് കൊടുങ്ങല്ലൂർ അമ്മയെയും ഗുരുവായൂരപ്പനെയും ചേർത്തൊരു നിയോഗ കഥ എഴുതി അയാൾ അവിടെ എത്തി. കഴിഞ്ഞ 50 വർഷമായി എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇവിടെ ഇല്ല എന്നയാൾ പരിവേദനം കൊണ്ടു. ഒരു ഹിന്ദു MLA എന്തുകൊണ്ട് 50 വർഷമായിട്ട് നിർത്തിയില്ല എന്നാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യം അന്നും ഇന്നും നാളെയും ചോദിക്കും. അതുകൊണ്ട് അരിശം തീരാതെ ഇതുവരെയുള്ള MLA-മാരുടെ പേരുകൾ എഴുതി പ്രദർശിപ്പിച്ചു. ഒരു മാറ്റത്തിനായി അതിൻ്റെ നടുക്ക് സ്വന്തം ഫിഗർ ചേർത്ത് മുണ്ടു മടക്കി കുത്തി കയ്യിൽ ചായ ഗ്ലാസുമായി അയാൾ അങ്ങനെ നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നിൽക്കുകയാണ്. നിങ്ങളത് കാണുന്നില്ലേ? സർവ്വസജ്ജയായാണ് പത്മജ ചേച്ചി തൃശ്ശൂരിലെത്തിയത്. ആരാണ് എതിരെന്ന് നോക്കാതെ തൃശ്ശൂരിന് സ്നേഹം വാരിക്കോരി കൊടുത്ത് തിരികെ മേടിക്കാൻ വേണ്ടി എത്തിയതാണ്. ജനങ്ങളുടെ ഒരു സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം തോന്നാറുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. ഞാൻ എവിടെ ചെന്നിട്ടൊരു നെഗറ്റീവ് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് പേച്ചിയ ചേച്ചിയോട് ഒരാളും ഒരു നെഗറ്റീവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാകണം ചേച്ചി കുറച്ച് നെഗറ്റീവ് വാരി വിതറാമെന്ന് കരുതിയത്. മേയറുടെയും എതിർ സ്ഥാനാർത്ഥിയുടെയും ഒക്കെ മതമാണ് പത്മേച്ചി ഇപ്പോൾ തിരക്കുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന ഒരു തരം വാശിയിലാണ് ചേച്ചി. ക്രിസ്ത്യാനികളെ ചുമന്നുകൊണ്ട് നടക്കുന്ന BJPയുടെ മാന്യതയെക്കുറിച്ചാണ് പൂഞ്ഞാറിൽ ഒരാൾ ട്യൂഷൻ എടുത്തത്. അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്, എന്ത് ഓളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലായിട്ടാണ് എൻ്റെ അഭിപ്രായം. BJP എന്ന് കേട്ടാൽ ഹാലിളകുന്ന പിതാക്കന്മാർക്കൊന്നും തലയ്ക്ക് സ്ഥിരതയില്ലെന്നും എന്ത് ഊളത്തരവും വിളിച്ചു പറയുന്നവരുമാണെന്നുമാണ് ടിയാൻ്റെ മാന്യമായ അഭിപ്രായം. ഏതാനും നാളുകളായി മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന വിദ്വേഷ പരാമർശങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായ ഖേദം പ്രകടിപ്പിച്ച ശേഷമാണ് ഈ ഉറഞ്ഞുതുള്ളൽ. ഇതിപ്പോൾ ആരുടെ തലയ്ക്കാണ് സ്ഥിരതയില്ലാത്തതെന്നും ആരാണ് ഊളത്തരം പറയുന്നതെന്നും പ്രത്യേകം പറയണ്ടല്ലോ. അതൊക്കെ പോടെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലടാ. പോയി നീ മറ്റേ പണി കൊണ്ട് ഇറങ്ങിയിരിക്കുക എൻ്റെ അടുത്തോട്ട്. നീ വേറെ പല പണിയും നോക്കി പോയി. ഈ ഊളത്തരമൊന്നും എന്നോട് ചോദിക്കരുത് പറഞ്ഞു. അപ്പൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് മകൻ പീലാത്തോസായി. പാവം മകൻ 8 നിലയിൽ പൊട്ടും. പിന്നെ എന്തിനാ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളു എന്ന് മകന് തോന്നിയാൽ തെറ്റ് പറയാനൊക്കില്ല. കുറച്ചുകൂടി എന്തൊക്കെയേ പറയാനുണ്ടായിരുന്നു. പക്ഷേ മാന്യതയെക്കുറിച്ചുള്ള ഓൺലൈൻ ക്ലാസ്സിന് സമയമായതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരും ഊളത്തരം പറയുന്നവരും ഉള്ളിടത്തോളം നമുക്കിത്തരം യുക്തിഭദ്രമായ ഡാറ്റ വെച്ചുള്ള കളി തുടരാം എന്നത് മാത്രമാണ് ഉട്ടോപ്യയുടെ പ്രതീക്ഷ. നന്ദി, നമസ്കാരം.